അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെയും ഈദ് മുബാറക് ആശംസകൾ. നമ്മുടെ പുതിയൊരു ഈദ് ഡേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ പെരുന്നാൾ ദിവസം എന്താണെന്നോ? എന്താണ് അപ്പവും എന്താ ചിക്കൻ കറി? അപ്പം ചിക്കൻ കറി. ഈദ് മുബാറക് ദുനിയ, ഈദ് മുബാറക് പറ. ഈദ് മുബാറക് പറഞ്ഞേ, പറ, കുറച്ച് പറയൂ. പെരുന്നാൾ വിഷയമെന്ന പിള്ളേരാണിത്. പരിചയപ്പെടുത്തടാ, എന്താ പേര്? അജ്മൽ. കുറച്ചു പറ. അജ്മൽ, സാദിഖ്. നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. പുറത്ത് കുറച്ച് ഫാമിലി റിലേറ്റീവ്സിനെ കണ്ട് നമുക്ക് ഈദൊക്കെ വിഷയത്തിലൊക്കെ വരാം. അളിയാ, എന്തുണ്ട്? പെരുന്നാളായിട്ട് എന്താ പരിപാടി? പെരുന്നാളായിട്ട് പരിപാടി ഇല്ല, ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് കാണണം. പോയിട്ട് പെരുന്നാളൊക്കെ ഒന്ന് ഈദ് വിഷയം പോകാം. അതെ അതെ, അത് ശരി. വേറെന്താ പരിപാടി? വേറെ പരിപാടി എന്താ? ബിരിയാണി കഴിക്കണം. ആ ശരി. അപ്പൊ നമുക്ക് പുറത്തു പോവാം. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് പെരുന്നാളായിട്ട്? അതെ അതെ. രാവിലെ പള്ളി വിരിഞ്ഞ് എല്ലാം തിന്നു കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞു. ഒരു റോഡിലൊന്നും ഒരു പൂച്ചക്കൊഞ്ഞു പോലും, കടകളൊക്കെ അടച്ചിട്ടിരിക്കും. ഉപ്പ് ഓഫറുണ്ട്. ഉപ്പ് ഇനി ഏത് വലിയ പെരുന്നാളാണെങ്കിലും ഉപ്പ് കട തുറന്നിരിക്കും. പെരുന്നാളായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? പെരുന്നാളായിട്ട് ഒന്നുമില്ല, പള്ളിയിൽ പോയി നല്ല ബീഫും നല്ല ഇടിയപ്പവും കഴിച്ചതാ. ഇനി അടുത്ത ഇങ്ങ് മക്കളെ കൊണ്ടുവന്ന് പുറത്തോട്ട് ഉച്ചയ്ക്ക് പോകുന്ന ഇതൊക്കെ പോവും. വൈകിട്ട് ഇറങ്ങിക്കൂടെ? തെറ്റി കയറിയപ്പോ മുടിയൊക്കെ പോയി. പറയുന്ന ആളുടെ മുടി ബാക്കിൽ മുടിയുണ്ടോ? പോയത് ബാക്കിലൊക്കെ മുടിയുണ്ട്. എന്താ അത് ശരി. ഇവിടെ ഒന്നും ഇല്ല അവന് മുടി. വേണ്ട, നീ കുറച്ചെടുത്തോ. ദിവസമായിട്ട് ആകെ പണി കിട്ടി. ടയർ പാച്ചായിരിക്കുന്നു. പെരുന്നാൾ ഫുഡ് റെഡിയായോ? പെരുന്നാൾ ഫുഡ് റെഡിയായോ? എന്താണ് പെരുന്നാൾ സ്പെഷ്യൽ? ഇറക്കാണല്ലോ. ഗായ്സ്, ഇന്ന് നമ്മുടെ വ്ലോഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവിന് വേണ്ടി പോവുകയാണ്. നൈറ്റ് ഡ്രൈവില് കാഴ്ചകൾ നമുക്ക് കാണാം. ബ്രദറിന്റെ കാറാണ്, പുതിയ വണ്ടിയാണ്. ഏതാണ് വണ്ടി? ബസ് വണ്ടി ഏത്? ബ്ലാക്ക് ഔട്ട് അടിച്ചിരിക്കുക. അതിന് വോയിസ് നോക്കിയിട്ട് നമുക്ക് പറയാം ഇതിന്റെ റിവ്യൂ എന്താണെന്നോ. ലെറ്റ്സ് ഗോ. ഓട്ടോമാറ്റിക്കലുള്ളത്. ഇതിൽ ഓട്ടോ ഇല്ലേ? ആ ഓട്ടോ ഉണ്ടല്ലോ. വണ്ടി കൊള്ളാല്ലേ? വണ്ടി സസ്പെൻഷനൊക്കെ കൊള്ളാം. വലിയ കുലുക്കം ഇല്ല. സസ്പെൻഷൻ മാത്രമല്ല, നമ്മുടെ ബോഡി പെട്രോളൊന്നും വീഴുന്ന അറിയത്തില്ല കേട്ടോ. അതിന്റെ ആ ഒരു അറിയത്തില്ല ഇങ്ങനെയുള്ള റോഡൊക്കെ. നൈറ്റ് ഡ്രൈവിനാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മള്. കാരണം ഇന്ന് പെരുന്നാളായിട്ട് നമ്മുടെ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള വ്ളോഗൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ വണ്ടിയുടെ ഓണറാണ് നമ്മുടെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. എത്ര വയസ്സുണ്ടോ? 24 22.
22 വയസ്സിൽ ഒരു കാറ് സ്വന്തമാക്കിയിരിക്കും. അത് ഭയങ്കര ഒരു പ്രൗഡാണ്. ഐ അപ്രീഷിയേറ്റ് സിനാൻ. ഇപ്പൊ ഈ പ്രായത്തിലും ഒരു വണ്ടി സ്വന്തമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യാ, ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാം. ഇനിയും ഒരുപാട് വണ്ടികൾ എടുക്കട്ടെ നമ്മളെല്ലാവരും. ഈ കാർ എടുക്കാനുള്ള കാരണം ഐ മീൻ ഇക്ക ഉള്ളത് കൊണ്ട് ഷായർക്ക് എന്താ പറയാനുള്ളത്? ഷായർക്ക് അത് നിന്നെ ഓർത്ത് പ്രൗഡായിട്ടുണ്ട്. എന്നെ കുറിച്ചല്ലേ പറ, നൈറ്റ് ട്രിപ്പിനെ കുറിച്ച് പറയാം. നൈറ്റ് ട്രിപ്പ് നോക്കാം. ഈ വണ്ടിക്ക് ഒരു പേരിട, ബ്ലാക്ക് ചടയൻ. അല്ലേക്ക് ആദ്യം അവൻ താറെടുക്കാൻ വേണ്ടി നിന്നത് റോക്സ് എടുക്കരുത് ഒരിക്കലും. അങ്ങനെ ഇതിലോട്ട് വന്ന എങ്ങനെ? ഇതിലേക്ക് ആദ്യം കിയ ബുക്ക് ചെയ്ത് നമ്മള് അപ്പോ ഫിനാൻസ് ഒരു 40. അപ്പൊ ഞാൻ പറഞ്ഞു നൈസിനാണ് വേണ്ടത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ഒരുപാട് വേരിയന്റ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ 25 എത്രയെന്ന് പറഞ്ഞവര് 25. പക്ഷെ ആ ഒരു എമൗണ്ട് എക്സ്ക്യൂസ് എടുക്കായിരുന്നു. മഹേന്ദ്രയുടെ വണ്ടി ഭയങ്കര മെയിൻ്റെനൻസ് ആണ് അല്ലേ? പക്ഷെ ഒരു എമൗണ്ടിൽ കൂടുതൽ കഴിഞ്ഞു കഴിഞ്ഞാല് എമൗണ്ട് വരും. ഒരു 30 ലക്ഷം രൂപ വണ്ടിയുടെ എയർപോർട്ട് വരെയാണെങ്കിൽ. പിന്നെ സുസുക്കി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലേക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്. പക്ഷേ ഭയങ്കര ഗായ്സ്, ഇത് ക്ലിഫാണ്. ഇപ്പോൾ ടൈം എത്രയായി? 11 മണിയായി. നൈറ്റ് 11 മണിക്ക് തിരക്കുണ്ടോ? ആരും ഇവിടെയുള്ള ആൾക്കാരല്ല, എല്ലാവരും പുറത്തുനിന്ന്. പോകാൻ പറ്റുന്ന നോക്കാം. പറ്റും. തിരക്കാണ് ഗൈസ്, ഭയങ്കര തിരക്ക്. ഇന്ന് പെരുന്നാളായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നോർമലി ഇത്ര ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പൊ കടലിനെ കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ എന്താ ഇത്രയും തിരക്ക്? ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. ചൂടുണ്ട് വെളിയിൽ. നല്ല കാര്യം. ഉള്ളിലോട്ടാണ് ഇങ്ങോട്ടാണ് തോന്നുന്നു. ഉത്സവമാണ്. ആർച്ചുണ്ട്. മീനഭരണി ഉത്സവം. ഫ്ലോട്ട് ഉള്ളത് കൊണ്ട് ഉത്സവം നടക്കുന്ന ഓക്കെ ചേട്ടാ, ബൈ ചേട്ടാ. നല്ല ചേട്ടൻ ഗൈസ്. ചേട്ടൻ എവിടെ രക്ഷിച്ചിരിക്കുന്നു ഗൈസ്. ചേട്ടൻ എവിടെ കണ്ടാലും ലൈക്ക് കൊടുത്തോളണം ഗൈസ്. ചേട്ടൻ ലൈക്ക് കൊടുക്കുന്നു. ചേട്ടനും ലൈക്ക് അടിച്ചോ, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചു. നമ്മളെ ചാനലൊരു ചേട്ടൻ ഇരുന്ന് പോയാലും നാളെ എത്തൂലേട്ടാ. ചേട്ടൻ അടിച്ച് കൊഞ്ചായിരിക്കുക. ഉത്സവത്തിന് ഇവർക്ക് ഇതൊക്കെയാണ് പരിപാടി കേട്ടോ. ചേട്ടൻ പൊളിയാണ് ചേട്ടൻ. ഗൈസ് ചേട്ടന്മാര് വൺ പൊളിയാണ് ഗൈസ്. നമ്മളെ രക്ഷിച്ച ചേട്ടന്മാര്. ഓക്കെ
ഫ്ലോട്ട് മിസ്സായി. ഫ്ലോട്ട് വല്ലാണ്ട് മിസ്സായി ഗൈസ് നമുക്ക്. അങ്ങോട്ട് പോകില്ല ചേട്ടാ. അങ്ങനെ ഇങ്ങോട്ട് പോകത്തില്ല ചേട്ടാ. രാവിലെ ഒരു ഉത്സവം അവന്റെ കണ്ണിൽ 500 1500 പിള്ളേരെ വൈബ്. പണ്ട് സൈക്കിളിൽ നമ്മളില്ലാതെ വെക്കും. അത് തന്നെ ഇതേക്കാണോ പണ്ടത്തെ കാര്യം ഓർമ്മയുണ്ട്. അതെ അതെ. എന്താണ് നരേഷ്ക പറയുന്നത്? പണ്ടത്തെ എന്താ ചെയ്ത് സൈക്കിളിൽ? സൈക്കിളിൽ ഒരുപാട് കാര്യങ്ങൾ. സൈക്കിൾ മോഡിഫിക്കേഷൻ ആണ് ആദ്യം തുടങ്ങിയത്. ഓക്കെ, എന്നിട്ട് ബൈക്ക് മോഡിഫിക്കേഷൻ. ഇക്കടെ ഫേവറേറ്റ് വണ്ടി ഏതാണ്? ബൈക്ക്. ഇക്കടെ ഫേവറേറ്റ് ബൈക്ക് ഏതാണ് ആ ടൈമില്? ആ ടൈമില് ഫേവറേറ്റ് ഉണ്ടായിരുന്ന ഓക്കെ. അപ്പൊ ഇപ്പഴത്തെ ഇപ്പൊ എനിക്ക് ബൈക്കിനോട് അല്ല എന്നാലൊരു കാണൂലേ? ബൈക്കിനോട് താല്പര്യം ഇപ്പൊ ഇല്ല. ഷാരുക്കട ഏതാണ്? എനിക്ക് ബൈക്കിനോട് താല്പര്യമില്ല. കാരണം ബൈക്ക് താല്പര്യം ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ബൈക്ക് എടുത്തു കഴിഞ്ഞാല് ബൈക്ക് നോർമലായിട്ട് ഓടിച്ചോണ്ട് പോകില്ല. ഓക്കെ. അപ്പൊ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മള് ഇറച്ചിയിൽ മണ്ണോ പെയിന്റ് പോകും. അതുകൊണ്ട് അതിന് മെനക്കിടാൻ വയ്യ. അതാണ് ഏറ്റവും വലിയ പറയാം. കാർ ഏതാണ്? ഷായർ കാറാ? മസ്താങ്. ഓക്കെ. GT. ഇക്കടോ ഇനി അടുത്തെന്താ പ്ലാൻ? ഓക്കെ. GT3. അജുമുൽക്കട ഏതാണ്? ഏതിനും പറയപ്പോ. ഓക്കെ. ഇതുവരെയായിട്ടൊന്നുമില്ലെന്ന് എനിക്ക് അജുമുൽക്കാക്കില്ല. ഇതാണ് കടുവപ്പള്ളി. അവിടെ പോയി എന്തോ എടുക്കണോടാ? യു-ടേൺ. റൂട്ടാണ്. ഞാൻ നേരത്തെ ഗൈസ് റൂട്ടാണ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. നേരത്തെ പുതിയ ടേൺ ആണ് റൂട്ടൺ. അന്നത്തെ GT എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ കൂപ്പറിന്റെ പവർ, നോർമൽ കൂപ്പറിന്റെ പവർ 190 കൂപ്പർ എസിന്റെ പവർ. പക്ഷെ ഗോൾഫ് ഏകദേശം അപ്പുറത്ത് 330 എന്താ വേണ്ടോണ്ടെന്ന് നല്ല ഹൗസ്ഫുൾ ആണല്ലോ. 330 HP എന്താ വേണ്ട ഗോൾഫ്. പക്ഷെ ടൂൺ കിട്ടില്ല വണ്ടിയാണ്. വണ്ടി ഫിയറ്റ് കൊണ്ടുപോയിരുന്നു. രസമുണ്ട്. വണ്ടി സത്യം പറഞ്ഞ X6 അതുകൊണ്ട് ആ കൂപ്പേ മോഡൽ, അതുകൊണ്ട് ഞാൻ അതെടുത്തത്. കൂപ്പേ മോഡലാണ്. ചൈന സൂപ്പറായി, അടിപൊളിയായി. ഭയങ്കര മോഡൽ ഇറങ്ങുന്നത് എവിടെയും കട കേട്ടാ. ഇവിടെ അപ്പുറത്ത് റൈറ്റ് സൈഡിലുണ്ടല്ലോ. ഇതാ പുട്ടുകട. പുട്ടല്ല, എന്താ പുറത്ത് പോകാ? പുട്ട് മാത്രമുണ്ടോ? എല്ലാം ഉണ്ട്. സൗദിയിൽ നിന്ന് വന്നപ്പോ കേരളത്തിൽ അടുത്ത് പോയി. കല്യാണം വണ്ടി ലോറിയിലാന. ഉത്സവ സീസൺ അല്ലേ? ഉത്സവം കാണാൻ പോലെ ഒരു ദിവസം അതിന്റെ ഉത്സവത്തിൽ കയറ്റി വിടുന്നില്ലല്ലോ. നടന്നേന്റെ പോകണം. അതൊരു വൈബായിട്ട് അടിക്കണം. പ്രീ വെഡിങ് ഷൂട്ട് എല്ലാം പ്രീ പ്ലാൻ ആണല്ലേ. ഫ്രണ്ടിനൊപ്പം നമ്മുടെ ഒരു ദോശയ്ക്ക് വേണ്ടി ഇതാണ് ആന വണ്ടി. ഇതാണ് ആന വണ്ടി. ഹെഡിങ് ടു തട്ടുകട. നമ്മളൊരു ദോശ കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ, ദോശയില്ല. ഓംലെറ്റ് അടിക്കാൻ ഇന്ന് രാത്രിയാ? എത്ര മണിക്ക്? ഇന്ന് രാത്രി
വർഷത്തിനിടയിൽ ആദ്യമായി വന്നു വിട്ടത് പൊറോട്ട കളിയിലായി നമ്മളെപ്പോഴും വണ്ടിയിൽ കയറിയാല് സീറ്റ് ബെൽറ്റ് ഇടുക. സേഫ്റ്റി ഫസ്റ്റ്. ഇതാണ് ഗൈസ് ഓണർ. അവൻ ഇപ്പോഴാണ് വെട്ടത്ത് വരുന്നത്. ഹായ് അടിക്കൂ ഗൈസ്. നമ്മളെ വിമല 4 മണിക്കൂർ മാപ്പ് കാണിച്ചിട്ട് 3 മണിക്കൂർ പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ സ്പോർട്സ് കാർ എനിക്ക് ഫ്രണ്ടിൽ നെഞ്ചിലൊരു പിടുത്തം വരും. അത് ഓട്ടിക്കൊന്നുമില്ല. ഇല്ല, ഓടിക്കുന്നവർക്കാരില്ല, അടുത്തിരിക്കുന്നവർക്കേ വരൂ. പേടി വരും ഭയങ്കര.